നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞാൽ നെയിൻസ്റ്റ് ഇക്വേഷൻ ഫോർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുമായി ബന്ധപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു, അതിനുശേഷം അതിന്റെ പ്രോബ്ലം പാർട്ടും നമ്മൾ ചെയ്തു. ഇനി രണ്ടാമത്തെ നെയിൻസ്റ്റ് ഇക്വേഷൻ ആണ് നെയിൻസ്റ്റ് ഇക്വേഷൻ ഫോർ EMF. അപ്പൊ നെയിൻസ്റ്റ് ഇക്വേഷൻ ഫോർ EMF ഡിറൈവ് ചെയ്യാൻ വേണ്ടി അതിനും ഒരു ജനറൽ ഇക്വേഷൻ ശ്രദ്ധിക്കുക. AA plus BB reversible is CC plus DD എന്ന് പറയുന്ന ജനറൽ ഇക്വേഷൻ. അപ്പൊ നെയിൻസ്റ്റ് ഇക്വേഷൻ ഫോർ EMF ഡിറൈവ് ചെയ്യാനുള്ള ജനറൽ ഇക്വേഷൻ എന്താണ്? AA plus BB reversible is എന്താ? CC plus DD എന്ന് പറയുന്ന ജനറൽ ഇക്വേഷൻ. ഈ ജനറൽ ഇക്വേഷനിൽ നിന്ന് നെയിൻസ്റ്റ് ഇക്വേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് E cell സമം E0 cell minus 2.303 RT by NF log concentration of C raised to C into concentration of D raised to D divided by concentration of A raised to A into concentration of B raised to B. എങ്ങനെയാണ് നെയിൻസ്റ്റ് ഇക്വേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്? E cell സമം E0 cell minus 2.303 RT by NF log concentration of C raised to C into concentration of D raised to D divided by concentration of A raised to A into concentration of B raised to B. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഇത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് കോമൺ ലോഗരിതത്തിലോട്ട് കൺവെർട്ട് ചെയ്താണ് എഴുതിയിട്ടുള്ളത്. ഇതിന് മുമ്പ് ഒരു സ്റ്റെപ്പ് വരുന്നുണ്ട്. അത് ഏത് ലോഗരിതത്തിലാണ്? നാച്ചുറൽ ലോഗരിതത്തിലാകുമ്പോൾ ഇവിടെ RT by NF എന്നേ വരൂ, ഇവിടെ ലോഗിന് പകരം LN എന്നേ വരുള്ളൂ. അത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് എന്തിലോട്ടാണ് എഴുതിയിട്ടുള്ളത്? ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ തന്നെ കോമൺ ലോഗരിതത്തിലോട്ട് കൺവെർട്ട് ചെയ്ത് എഴുതി. ഓക്കെ, ഇത് നിങ്ങൾക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താ? അറ്റ് 2.303 RT by NF എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്തിനു തുല്യമാണ്? 0.0591 by N ന് തുല്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യാം? E cell സമം എങ്ങനെ എഴുതാം? E0 cell മൈനസ് ഇതിന് പകരം എന്ത് കൊടുക്കാം? 0.0591 by N ലോഗ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? concentration of C raised to C into concentration of D raised to D ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കാം? പ്രോഡക്റ്റ് എന്ന് നമുക്ക് പറയാം. ഡിവൈഡഡ് ബൈ ഇതിന് പകരം നമുക്ക് എന്ത് പറയാം? കോൺസെൻട്രേഷൻ ഓഫ് എന്തെന്ന് പറയാം? റിയാക്റ്റന്റ് എന്ന് പറയാം. അപ്പൊ എങ്ങനെയാണ് ഫൈനൽ ഇക്വേഷൻ വന്നിട്ടുള്ളത്? E cell സമം, ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. E cell സമം എന്താ? E0 cell മൈനസ് 0.0591 by N log concentration of product divided by concentration of reactant എന്ന് പറയുന്നതാണ് നെയിൻസ്റ്റ് ഇക്വേഷൻ ഓഫ് എന്തെന്ന് പറയുന്നത്? EMF ന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് ഇക്വേഷൻ ഏതാ? നെയിൻസ്റ്റ് ഇക്വേഷൻ ഫോർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പറഞ്ഞു. അതിന്റെ 2-3 പ്രോബ്ലംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത രണ്ടാമത്തെ ഇക്വേഷൻ ആണ് നെയിൻസ്റ്റ് ഇക്വേഷൻ ഫോർ എന്തെന്ന് പറയുന്നത്? EMF എന്ന് പറയുന്നത്. അതിന്റെ ഒരു പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഒരിക്കലും കൂടെ ഇക്വേഷൻ പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. നെയിൻസ്റ്റ് ഇക്വേഷൻ ഓഫ് EMF ഡിറൈവ് ചെയ്യാൻ ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്. എന്താ? AA plus BB reversible is CC plus DD എന്ന് പറയുന്ന ജനറൽ ഇക്വേഷൻ. ഈ ജനറൽ ഇക്വേഷനിൽ നിന്നും നെയിൻസ്റ്റ് ഇക്വേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് E cell സമം, ഈ സെല്ലിന്റെ പേര് നിങ്ങൾക്ക് അറിയാം, ഇലക്ട്രോഡ് സെൽ എന്നാണ്. E0 സെല്ലിന്റെ പേര് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് സെൽ എന്നാണ്. 2.303 RT by NF log concentration of C raised to C into concentration of D raised to D divided by concentration of A raised to A into concentration of D raised to B. നമുക്കറിയാം 2.303 RT by NF എന്ന് പറയുന്ന വാല്യൂ that is equal to എന്തിന് തുല്യമാണ്? 0.0591 by N ന് തുല്യമാണ്. എങ്ങനെ വന്നു നമുക്ക് അറിയാലോ. R ന്റെ വില എത്ര? 8.314 ആണ്. ടെമ്പറേച്ചർ 298 കെൽവിൻ ആണ്. ഫാരഡേസ് കോൺസ്റ്റന്റ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എത്ര? 96,500 കൂളോം ആണ്. അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് എടുക്കുമ്പോഴാണ് നമുക്ക് 0.0591 by N കിട്ടുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ഫൈനൽ ഇക്വേഷൻ ഓർക്കുക. E cell സമം E0 cell minus
0.0591 by n log concentration of product divided by concentration of reactant. ഇതാണ് നെയ്ൽസ് ഇക്വേഷന്റെ എന്ന് പറയുന്നത് EMF എന്ന് പറയുന്നത് ഓർത്ത് വെക്കണം. ഇനി ഇതിന്റെ പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? mg plus 2ag plus is mg 2 plus 2ag mg 2 plus 2ag. ഓക്കെ, ഇതാണ് നമ്മുടെ ചോദ്യം. ഏതാണ് ചോദ്യം? mg plus 2ag plus is mg 2 plus 2ag. ഇതിന്റെ നെയ്ൽസ് ഇക്വേഷൻ എന്ത് കണ്ടുപിടിക്കുക? EMF കണ്ടുപിടിക്കുക. ഓക്കെ, നമ്മൾ എങ്ങനെ ഇക്വേഷൻ എന്താണ്? നമ്മുടെ ഇക്വേഷൻ E സെൽ സമം എന്താ? E0 സെൽ മൈനസ് 0.0591 by n. എന്നിന്റെ വാല്യൂ എത്രയായിരിക്കും? 2. ഓക്കെ, ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഇതാണ്. അപ്പോൾ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Mg2 plus into concentration of Ag raised to എന്താ? 2Ag ക്കാണ് Ag raised to 2 എന്ന് divided by ഇവിടെ എന്താ? concentration of Mg into concentration of 2Ag plus ആണ്. concentration of Ag plus raised to 2. ഓക്കെ, അപ്പോൾ എന്താണ് ഇക്വേഷൻ വന്നത്? ആ ഇക്വേഷന്റെ എന്ത് കണ്ടുപിടിക്കുക? EMF കണ്ടുപിടിക്കുകയാണ്. നമ്മൾ ഇക്വേഷൻ എന്താ? E സെൽ സമം E0 സെൽ മൈനസ് 0.0591 by 2 log എന്താ? concentration of Mg2 plus into concentration of Ag raised to 2 divided by concentration of Mg into concentration of Ag plus raised to 2. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ള രണ്ട് കോൺസെൻട്രേഷൻ ടേംസുകൾ, കോൺസെൻട്രേഷൻ ഓഫ് Mg സമം കോൺസെൻട്രേഷൻ ഓഫ് Ag. ഈ സാധനവും ഈ സാധനവും, ഈ രണ്ട് സാധനങ്ങളും സോളിഡ് സ്റ്റേറ്റിലാണ്. ഏത് സ്റ്റേറ്റിലാണ്? സോളിഡ് സ്റ്റേറ്റിലായതുകൊണ്ട് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആണ്. ശ്രദ്ധിക്കുക, ഏതൊക്കെയാണ്? കോൺസെൻട്രേഷൻ ഓഫ് Mgയും കോൺസെൻട്രേഷൻ ഓഫ് Agയുടെയും വാല്യൂ 1 ആണ്. അത് എന്തുകൊണ്ടാണ് ഒന്നാവാനുള്ള കാരണം? അത് സോളിഡ് സ്റ്റേറ്റിൽ ആയതുകൊണ്ടാണ്. ഇതിന്റെ രണ്ടിന്റെയും വാല്യൂ എത്ര ആകുന്നത്? കോൺസ്റ്റന്റ് അല്ലെങ്കിൽ യൂണിറ്റി എന്നാണ് പറയുന്നത്. വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഇക്വേഷൻ ഫൈനൽ കൊണ്ടുവരാം? E സെൽ സമം എങ്ങനെ എഴുതാം? E0 സെൽ മൈനസ് 0.0591 by 2. ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്. ലോഗ് എന്ത് എഴുതാം? കോൺസെൻട്രേഷൻ ഓഫ് Mg2 plus divided by concentration of Ag plus raised to 2. ഇതാണ് നമ്മളെ സമവാക്യം അല്ലെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പം ഏതാണ്? നെക്സ്റ്റ് ഇക്വേഷൻ ഓഫ് EMF ആണ് നമ്മൾ ചെയ്തത്. ഒരിക്കൽ കൂടെ പറയാം. ചോദ്യം എന്താണ്? Mg plus 2Ag plus gives Mg2 plus 2Ag ആണ്. ഇതിന്റെ EMF ആണ്. നെക്സ്റ്റ് ഇക്വേഷന്റെ EMF ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾക്ക് നെക്സ്റ്റ് ഇക്വേഷൻ EMF നമുക്കറിയാം. ഇതിന്റെ സമവാക്യം എന്താണെന്ന് അറിയാം. അപ്പോൾ എന്താണ് ആ സമവാക്യം അപ്ലൈ ചെയ്യുക? E സെൽ സമം എന്താ? E0 സെൽ മൈനസ് 0.0591 by എന്നിന്റെ വാല്യൂ നമുക്ക് എത്രയാണ്? 2 ആണ്. ലോഗ് പ്രോഡക്റ്റ് ബൈ റിയാക്ഷൻ, ഇതാണ് പ്രോഡക്റ്റ്. അപ്പോൾ എങ്ങനെയാണ്? കോൺസെൻട്രേഷൻ ഓഫ് Mg2 plus into 2Ag ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് Ag raised to 2 divided by എന്താ? കോൺസെൻട്രേഷൻ ഓഫ് Mg into കോൺസെൻട്രേഷൻ ഓഫ് Ag plus raised to 2. ഇവിടെ രണ്ട് ടേമുകൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. ഇത് ഓർക്കണം. കോൺസെൻട്രേഷൻ ഓഫ് Mg ഇവിടെ അയോൺസ് ഒന്നുമല്ല, എന്താണ്? സോളിഡ് സ്റ്റേറ്റിലാണ്. കോൺസെൻട്രേഷൻ ഓഫ് Mgയും കോൺസെൻട്രേഷൻ ഓഫ് Agയും സോളിഡ് സ്റ്റേറ്റിലാണ്. അങ്ങനെ സോളിഡ് സ്റ്റേറ്റിലായതുകൊണ്ട് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആണ്. അപ്പൊ എങ്ങനെ ഇക്വേഷൻ വരാം? E സെൽ സമം E0 സെൽ മൈനസ് 0.0591 by 2 log concentration of Mg2 plus divided by concentration of Ag plus raised to 2. അതാണ് എന്തെന്ന് പറയുന്നത്? നെക്സ്റ്റ് ഇക്വേഷൻ ഫോർ എന്തെന്ന് പറയുന്നത്? EMF എന്ന് പറയുന്നത്.
അപ്പോൾ നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ആദ്യം നെയിൻസ്റ്റ് ഇക്വേഷൻ ഫോർ EMF എങ്ങനെയാണ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. ആ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്രോബ്ലം ചെയ്തു. അടുത്ത പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ, ഇപ്പോൾ ഒരു പ്രോബ്ലം ചെയ്ത് ഈ പ്രോബ്ലം നന്നായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. ഓക്കെ, താങ്ക് യു.